നമസ്കാരം. കേരളത്തിന്റെ ഭൂപടം മുഴുവനായി മാറാൻ പോവുകയാണ്. ഇതുവരെ കേരളത്തിൽ കണ്ട 14 ജില്ലകളല്ല ഇനി അങ്ങോട്ട് മുഴുവനായിട്ട് കേരളത്തെ അഴിച്ചുപണിയാൻ പോവുകയാണ് കേരള സർക്കാർ. ഇതിന്റെ അണിയറ ചരടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനത്തെ കുറിച്ച് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കേരള ജനത. കേൾക്കുമ്പോൾ അതായത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ഭരണപരിഷ്കാരം എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല എന്നതാണ് സത്യാവസ്ഥ. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇത് ഞാൻ വെറുതെ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. അത് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. അതായത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനുമുള്ള ഒരു കളി എന്ന് ചുരുക്കി പറയാം. അതാണ് ഇതിലൂടെ നടക്കുന്നതും. അതായത് പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കുമെന്ന വാർത്ത വെറും കെട്ടുകഥയല്ല, മറിച്ച് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിക്കും എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജനസംഖ്യാ വർധനവ് കണക്കിലെടുത്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സംസ്ഥാനത്തെ വലിയ ജില്ലകൾ വിഭജിക്കണം എന്ന ആവശ്യമുയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്ന് പോലും. മലപ്പുറം ജില്ലാ വിഭജനം വേഗത്തിലാക്കണം എന്ന് പല രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് സതീശന് മുഖ്യമന്ത്രി കസേര വാങ്ങിക്കൊടുത്തതും. സമാനമായ മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി കമ്മീഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിച്ച് മലപ്പുറം, തിരൂർ എന്നീ ജില്ലകളിൽ രൂപീകരിക്കണം എന്നാണ് പ്രധാന ആവശ്യം. UDFിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. സമസ്ത പോലുള്ള സമുദായ സംഘടനകളും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിൽ ഉൾപ്പെടുത്തി തീരദേശ ജില്ല എന്ന നിലയിൽ തിരൂർ രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. വള്ളിക്കുന്ന്, കോഴിക്കോട് സർവകലാശാല, പരപ്പനങ്ങാടി, കുറ്റിപ്പുറം, എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവയെല്ലാം തിരൂർ ജില്ലയുടെ ഭാഗമാകും. മറുവശത്ത് കൊണ്ടോട്ടി, മഞ്ചേരി, വഴിക്കടവ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, എടവണ്ണപ്പാറ എന്നിവ മലപ്പുറം ജില്ലയുടെ ഭാഗമാകും. 1969 ജൂൺ 5-നാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു മലപ്പുറം ജില്ല രൂപീകരിച്ചത്. പുതിയ ജില്ല നിലവിൽ വന്നപ്പോൾ 14 ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യ. എന്നാൽ ഇന്ന് അത് 45 ലക്ഷത്തിലേറെയാണ്. സമാനമായ തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം കൂടി വന്നതോടെ ഈ ആവശ്യത്തിന് ബലം കൂടുകയാണ്. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കണം എന്നാണ് ആവശ്യം. കാർഷിക ജില്ല എന്ന നിലയിൽ മൂവാറ്റുപുഴയെ സ്വതന്ത്ര ജില്ലയാക്കണം എന്നാണ് മറ്റൊരാവശ്യവും. എന്തായാലും ഹൈറേഞ്ച് മേഖലയിലെ 4 താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പാല എന്നിവ മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാക്കണം. 1984-ൽ കാസർഗോഡ് ജില്ല അവസാനമായി രൂപീകരിച്ചതോടെയാണ് കേരളത്തിൽ 14 ജില്ലകളായത്. ഇനിയും ജില്ലകളുടെ രൂപീകരണമാണ് ഈ വാർത്തകൾ നിറഞ്ഞിരിക്കുന്നത്.